തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന്റെ സാങ്കേതിക തകരാർ 10 ദിവസം കഴിഞ്ഞിട്ടും പരിഹരിക്കാൻ കഴിഞ്ഞില്ല. വിമാനം എയർപോർട്ടിൽ നിന്ന് മാറ്റാൻ കഴിയാത്തതിനാൽ UK ഇനി വാടക കൊടുക്കേണ്ടി വരും. അദാനിക്ക് ഒരു വരുമാനം കൂടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. മനീഷ് മഗിപാൽ തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരുന്നു. മനീഷ്, പറയൂ. SKN ലോകത്തെ ഏറ്റവും വിലയേറിയ വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ്. അത്യാധുനിക വിമാനമാണ്. നിലവിൽ ഈ വിമാനത്തിന് ഒരു കാലിക പ്രസക്തി കൂടിയുണ്ട്. നിലവിൽ ഇറാനെതിരായ ഇസ്രയേലിൻ്റെ വ്യോമാക്രമണത്തിലെ മുൻനിര പോരാളി കൂടിയാണ് F-35 ഒരു പരിഷ്കരിച്ച ഒരു വെർഷൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധവിമാനം ലോക പ്രശസ്തമാണ്. 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനമാണ്. പക്ഷേ ഈ യുദ്ധവിമാനത്തിന് എന്താണ് സംഭവിച്ചതെന്ന സാങ്കേതിക തകരാറ് സംബന്ധിച്ചിട്ടുള്ള ഔദ്യോഗിക സ്ഥിരീകരണം അല്ലെങ്കിൽ അതിൻ്റെ രഹസ്യാത്മക സൂക്ഷിച്ചുകൊണ്ട് എന്താണ് ഈ വിമാനത്തിന് പറ്റിയ പ്രശ്നമെന്ന കാര്യം ഇതുവരെയും പുറത്തു വിട്ടിട്ടില്ല. നിലവിൽ ഹൈഡ്രോളിക് സംവിധാനത്തിലെ പിഴവാണ് കാരണമെന്നാണ് ഒരു വിവരം ലഭിക്കുന്നുണ്ടെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക വിവരണം എവിടെ നിന്നും ലഭ്യമാകുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 14-ാം തീയതിയാണ്, ജൂൺ 14-ാം തീയതിയാണ് ഇന്ത്യയും ഒപ്പം തന്നെ ബ്രിട്ടനും തമ്മിൽ നടത്തിയ സംയുക്ത ഒരു സൈനിക അഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു 36,000 അടി ഉയരത്തിൽ ഇവിടെ നിന്നും ഇന്ത്യൻ തീരത്തു നിന്നും 20 നോട്ടിക്കൽ മൈൽ അകലെയുള്ള സ്ഥലത്ത് വെച്ച് ഇത് ഒരു കപ്പലിൽ നിന്നും പറന്നുയരുകയും പിന്നീട് പ്രതികൂല കാലാവസ്ഥയിൽ തിരിച്ചിറങ്ങാൻ സാധിക്കാതെ വന്നപ്പോഴാണ് ഈ വിമാനം നിലവിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് അടുപ്പിച്ചത്. നിലവിൽ 10 ദിവസത്തോളം ആവുകയാണ്. ഈ വിമാനത്തിന് നിലവിൽ വാടക നൽകേണ്ടി വരുന്നത് സ്വാഭാവിക നടപടിയാണ്. പക്ഷേ സാധാരണഗതിയിൽ വിമാനത്താവളത്തിൽ യാത്രാ വിമാനങ്ങളാണ് വരുന്നതെങ്കിൽ കൊടുക്കുന്ന വാടകയേക്കാൾ കൂടുതൽ പണം ഈടാക്കാൻ സാധ്യതയുണ്ട്. അത് യുദ്ധവിമാനമായതുകൊണ്ട് തന്നെ പ്രതിരോധ മന്ത്രാലയമായിരിക്കും അതിൻ്റെ സംബന്ധിച്ചുള്ള തുക തീരുമാനിക്കുന്നതൊക്കെ തന്നെ പ്രതിരോധ മന്ത്രാലയമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ഒരു വ്യോമ അല്ലെങ്കിൽ നയതന്ത്ര ബന്ധത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു രണ്ട് വ്യോമസേനയും കൂടി നടത്തിയിട്ടുള്ള ഒരു സൈനിക അഭ്യാസത്തിനിടയിലാണ് ഈ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ പൂർണ്ണമായുള്ള സഹായ സഹകരണങ്ങൾ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസങ്ങളിലെല്ലാം തന്നെ CSFൻ്റെ സുരക്ഷ ഈ വിമാനത്താവളത്തിലുള്ളത്. ആഭ്യന്തര ബെയിലാണ്, എയർ ബെയിലാണ് നിലവിൽ ഈ വിമാനം അവിടെ ബെയിലുള്ളത്. SK. താങ്ക് യു മനീഷ് മഗിപാൽ.